ബംഗളൂരുവിൽ നായ വളർത്തൽ കേന്ദ്രത്തിൽ മലയാളി യുവതിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. ഷെൽട്ടർ ഹോം ഉടമ ദീപക് കൃഷ്ണയാണ് കന്യാകുമാരിയിൽ നിന്ന് പിടിയിലായത്. റാംഷാ CP വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റാംഷാ, ഇയാൾ ഒരു ചില്ലറ കുറ്റവാളിയല്ല, ഒരുപാട് കുറ്റകൃത്യങ്ങൾ പലതരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ്. ഇയാളെക്കുറിച്ച് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണ് റാംഷാ? ഷിഹാസ്, വാടാനപ്പള്ളി സ്വദേശിയായ സുനിതയെ ബാംഗ്ലൂരുവിൽ അതിക്രൂരമായി മർദ്ദിച്ചാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഷെൽട്ടർ ഹോമിൽ വെച്ചാണ് ഈ വാടാനപ്പള്ളി സ്വദേശിയായ യുവതിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായത്. ഇതിനെ തുടർന്ന് ഇവർ ചികിത്സയിലിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഈ കേസിലാണ് ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കന്യാകുമാരിയിൽ വെച്ചാണ് കർണാടക പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഇത്തരത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇയാൾ നേരത്തെ ദുബായിൽ ജോലി ചെയ്തിരുന്നു. ഈ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇയാൾ ഒരു പ്രമുഖ നേതാവിൻ്റെ മരുമകനാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടെ അവിടെ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷം ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയത് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണോ എന്ന സംശയവും പോലീസിനുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഉൾപ്പെടെ ഇയാൾ ഈ തെരുവ് നായ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, സാമ്പത്തിക സമാഹരണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇയാൾ കൊച്ചിയിൽ ഇത്തരത്തിൽ ഈ തെരുവ് നായ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ചില സ്ത്രീകളെ ലൈംഗികമായി ആക്രമിച്ചിട്ടുണ്ട് എന്ന നിലയിൽ ചില സ്ത്രീകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ തിരുവനന്തപുരത്ത് ലഹരി കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ലൈംഗിക അതിക്രമ കേസിൽ, അതുപോലെ സാമ്പത്തിക തട്ടിപ്പ് കേസ്, കുറ്റകൃത്യം, അതുപോലെ തന്നെ ലഹരി കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്നതാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും ഈ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ, വാടാനപ്പള്ളി സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ കർണാടക പോലീസ് ഇയാളെ ഇന്ന് രാവിലെ കന്യാകുമാരിയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ശരി റാംഷാ, വലിയ ഞെട്ടലുണ്ടാക്കിയ, വലിയ സങ്കടമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ബംഗളൂരുവിൽ നായ വളർത്തൽ കേന്ദ്രത്തിൽ മലയാളി യുവതിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ആ പ്രതി, അയാൾ ഉടമ ദീപക് കൃഷ്ണ, അയാൾ കന്യാകുമാരിയിൽ നിന്നാണ് പിടിയിലായത്. ഇയാൾ ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു കൊടും കുറ്റവാളിയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത്.